നമസ്കാരം പ്രിയപ്പെട്ടവരെ. രാജ്യത്ത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 75 വർഷം പിന്നിട്ടിട്ടും ഭരണഘടന ഉറപ്പുവരുത്തുന്ന നീതിയും തുല്യതയും സാഹോദര്യവും രാജ്യത്ത് നിലവിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് വേണം നമ്മൾക്ക് പറയാം. ചരിത്രത്തിൽ 1931കളിൽ BR അംബേദ്കർ ഗാന്ധിജിയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. രാജ്യത്ത് പട്ടിയുടെയും പൂച്ചയുടെയും വിലയില്ലാത്ത ഞാനും എൻ്റെ ജനവിഭാഗങ്ങൾക്കും ഏതാണ് മാതൃരാജ്യം എന്നാണ് അദ്ദേഹം ഗാന്ധിജിയോട് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് BR അംബേദ്കർ തന്നെ 1949 എത്തുമ്പോൾ വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ഭരണഘടന ആമുഖം എഴുതുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, രാജ്യത്ത് ഭരണഘടനയാണ് ജനങ്ങളെ രാജ്യത്തിൻ്റെ പൗരന്മാരാക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ഭരണഘടന ഉണ്ടായിട്ടും ഇന്നും എല്ലാ ജനവിഭാഗങ്ങൾക്കും രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവം പറയുന്നത് ഇങ്ങനെയാണ്. കർണാടക തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പോളിംഗ് സ്റ്റേഷൻ അദ്ദേഹം വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആദ്യത്തെ സ്ത്രീയെ അഭിസംബോധന ചെയ്തപ്പോൾ ആ സ്ത്രീയുടെ വീട് മലയോര മേഖല ബൂത്താണ്, വളരെ ദൂരത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ അതിരാവിലെ വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെ, അതിരാവിലെ ഇറങ്ങിയതാണെന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്, വൈകുന്നേരം 6 മണി വരെ ഉണ്ടല്ലോ ബൂത്ത്, നിങ്ങൾക്ക് അതിരാവിലെ വന്നാൽ ഉച്ചയ്ക്ക് വോട്ട് ചെയ്ത് മടങ്ങാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നാൽ വൈകിട്ട് വോട്ട് ചെയ്ത് മടങ്ങാം എന്ന് ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി, എൻ്റെ പുറകിൽ നിൽക്കുന്നത് പഞ്ചായത്ത് സർപഞ്ചാണ്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിന് പുറകിൽ നിൽക്കുന്നത് എൻ്റെ അമ്പലത്തിലെ പൂജാരിയാണ്. അതിന് പുറകിൽ നിൽക്കുന്നത് എനിക്ക് പലിശക്ക് പണം തരുന്ന മനുഷ്യനാണ്. ഇന്ത്യയിൽ ഈ ദിവസമല്ലാതെ അവർക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ വേറെ ദിവസമില്ല എനിക്ക് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അത്രത്തോളം രാജ്യത്ത് ജനങ്ങളിപ്പോഴും, അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട ജനവിഭാഗം ഇപ്പോഴും രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ അവർ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നിട്ടും 75 വർഷമായിട്ടും ഇന്നും രാജ്യത്ത് അവർ പിന്നിൽ നിൽക്കേണ്ട ഗതികേടിലാണ് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾ. നമുക്കറിയാം, ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന ആൾ കണ്ടുപിടിച്ചതാണ് JCB എന്ന വാഹനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധത്തിൽ തകർന്നടിയപ്പെട്ട കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്താൻ വേണ്ടി അന്ന് ആ വാഹനം ഏറെ ഉപകരിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ജിഹാദ് കൺട്രോൾ ബോർഡ് എന്ന ഒരു നാമം കൊടുത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് തകർക്കുന്നതും അതിന് ഈ അടുത്തായി സുപ്രീം കോടതി വിലക്കേർപ്പെടുത്തിയതും കാണാം. അങ്ങനെ രാജ്യത്ത് ജനങ്ങൾക്ക് നീതിയും തുല്യതയും ഉറപ്പു തരുന്ന ഭരണഘടന, അതേ ഭരണഘടന നിലനിൽക്കുമ്പോഴും അത് രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും കിട്ടാത്ത ഒരവസ്ഥ ഇന്ന് രാജ്യത്തുണ്ട്. കൽപ്പറ്റ നാരായണ മാഷിൻ്റെ തത്സമയം എന്ന ബുക്കിൽ ആമുഖമായി അദ്ദേഹം രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് വിവരിക്കുന്നത്. രാമൻ 14 വർഷം വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിർത്തിയിൽ മുഷിന് കീറിപ്പറഞ്ഞ ഡ്രസ്സുമായി ഒരു കൂട്ടർ നിൽക്കുന്നത് കണ്ടു. ശ്രീരാമൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ കീറിപ്പറഞ്ഞ് മുഷിന് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ശിഖണ്ഡികളാണ്, ഞങ്ങൾ അങ്ങയെ കൊണ്ടുപോകാൻ വന്നതാണ്, യാത്രയക്കാൻ വന്നതാണ്. അങ്ങ് യാത്ര പറഞ്ഞു പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് ആണുങ്ങൾ തിരിച്ചു പോകുവാനും നിങ്ങളിൽ നിന്നുമുള്ള പെണ്ണുങ്ങൾ തിരിച്ചു പോകാനും പറഞ്ഞു. ശിഖണ്ഡികളായ ഞങ്ങളോട് യാതൊന്നും അങ്ങ് പറഞ്ഞില്ല എന്നാണ്. പേരെടുത്ത് അഭിസംബോധന ചെയ്യാത്തതിൻ്റെ പേരിൽ അതിർത്തിയിൽ നിന്ന പോലെ ഇന്നും രാജ്യത്ത് ഭരണം കൊണ്ട് അഭിസംബോധന ചെയ്യാത്തവർ, വികസനം കൊണ്ട് അഭിസംബോധന ചെയ്യാത്തവർ ഇപ്പോഴും രാജ്യത്തിൻ്റെ അതിർത്തികളിൽ താമസിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. നമുക്കിനിയും ഭരണഘടനയുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഭരണഘടനയുടെ അവകാശങ്ങളെക്കുറിച്ച് പൗരന്മാർ ബോധവാന്മാരാകേണ്ടതുണ്ട്. രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലം, ഭരണഘടന നിലനിൽക്കുമ്പോഴും ഇന്ദിരാഗാന്ധി ഭരണഘടന ഉപയോഗിച്ച് തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നാട്ടിലെ പൗരസമൂഹങ്ങൾ ഉണർന്ന് അതിനെതിരെ, ആ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടി വീണ്ടും ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന മാതിരി ഭരണാധികാരികളുടെ ഏകാധിപത്യത്തിനെതിരെ ഭരണഘടന അനുവദിച്ച മാർഗങ്ങളിലൂടെ പോരാടി രാജ്യത്തെ എന്നും സ്വാതന്ത്ര്യത്തിൻ്റെയും, അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പു തരുന്ന തുല്യതയുടെയും, അല്ലെങ്കിൽ നമുക്ക്
എല്ലാവരും ഒരു വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഭരണഘടന ആമുഖത്തെ പോലെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന ഒരു നാടായി മാറാൻ നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൽ ഇനിയും ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.